ഇന്നിപ്പോ രാവിലെ എന്താ പറയാ ഇഷ്ടല്ലാത്ത രണ്ട് പണിയാണ് കേട്ടോ. ഒന്നിപ്പോ ഇതാ ചക്കക്കുരു നന്നാക്കലും, ഒന്ന് എന്താ പറയാ മുരിങ്ങ നന്നാക്കലും. രണ്ട് പണി എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയാ രാവിലെ ഇപ്പൊ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കി, അതൊക്കെ കഴിക്കല് കഴിഞ്ഞിപ്പോ ഉച്ചാകുമ്പോഴേക്കുള്ള പരിപാടിയാണ്. അരി അടുപ്പത്തിട്ടിട്ട് തിളയ്ക്കുന്നുണ്ട് അരി. അരിയാണെങ്കിൽ ഭയങ്കര വേവുള്ള അരിയാ. അപ്പൊ ഇന്നിപ്പോ മഴ രാവിലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മഴ. അപ്പൊ ഞാനും നന്ദേട്ടനും കൂടി നടക്കാൻ പോയിട്ട് കുറെ ആയി, 10-15 ദിവസമായി ശരിക്കും നടക്കാൻ പോയിട്ട്. മഴ തന്നെയല്ലേ രാവിലെ. അപ്പൊ ഇന്നിപ്പോ നടക്കാനൊക്കെ പോയി. പിന്നെ അത് മാത്രല്ല, ഞങ്ങൾക്കിപ്പൊ രാവിലെ നടക്കുന്ന കാര്യം കുറച്ച് പ്രശ്നമാണ്. കാരണം മോൻ ആദ്യം ഇവിടെ അടുത്ത സ്കൂളിലാണ് പഠിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 6 മണിയാകുമ്പോ നടന്നു വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ പോയാൽ മതി അവന് സ്കൂളിലേക്ക്. ഇപ്പൊ നോക്കിയപ്പോ കുറച്ച് ദൂരെയാണ് സ്കൂള്, 2 ബസ്സൊക്കെ കയറിപ്പോണം. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നാ പണിയെടുത്താണ്ടെങ്കിൽ അവന് സ്കൂളിൽ പോണ നേരാകുമ്പോഴേക്കും ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പൊ രാവിലത്തെ നടക്കാൻ പോക്ക് കുറച്ച് പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. സ്കൂളില്ലാത്തപ്പോ പോവും. അപ്പൊ ഇനി വൈകുന്നേരം ആക്കണ സമയം മാറ്റണപ്പോ വൈകുന്നേരം ആക്കാച്ചിട്ടാ. ഒന്ന് ഉപ്പേരി കഷ്ണം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണം കുറച്ച് കഴിഞ്ഞ്. നാളെ ലീവല്ലേ, നാളെ എന്താ പണിമുടക്കാണെന്ന് എന്താല്ലേ പറയുന്നത്. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാച്ചിട്ട്. അപ്പൊ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ അതിന്റെ കുരു എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അത് കുറെ ഇരുന്ന് കഴിഞ്ഞത് കേട് വരും. ഇനിയിപ്പോ ചക്കയും ചക്കക്കുരു ഒന്നും കിട്ടില്ലല്ലോ, സീസൺ കഴിഞ്ഞില്ലേ. അപ്പൊ ഇന്നിപ്പോ ആ ചക്കക്കുരു ഇട്ടിട്ട് മുരിങ്ങ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാച്ചിട്ടാ. മുരിങ്ങ ഞങ്ങള് ഇതിന് മുകളില്, ടെറസിന്റെ മുകളില് മുരിങ്ങ, അപ്പുറത്തെ വീട്ടിലത്തെ മുരിങ്ങമരം ഇങ്ങനെ ചാഞ്ഞു നിന്നിരുന്നേ. അപ്പൊ ഞാൻ ടെറസിന്റെ മുകളില് വെള്ളം നിന്നിട്ട് അപ്പൊ അതൊക്കെ വെട്ടി. ഞാൻ തന്നെയാണ് ഇട്ടാ വെട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ മുരിങ്ങയ്ക്ക് ഭയങ്കര ഇതായി. അപ്പൊ നടക്കാൻ പോയി വരുമ്പോ അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ചാഞ്ഞിട്ട്. അപ്പൊ അവര് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ മുരിങ്ങയുടെ ഇല കൊടന്നിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല നന്നാക്കാന്ന് പറഞ്ഞ എനിക്ക് ദേഷ്യാണ് കേട്ടോ. കാരണം എന്താ പറയാ, എത്ര നേരം ഇരിക്കണം. പിന്നെ അത് മാത്രല്ല, ഞാൻ മുരിങ്ങയുടെ ഇല നന്നാക്കുമ്പോ എപ്പോഴും ചിലപ്പോ അതിലത്തെ കൊമ്പ് കോലൊക്കെ ഉണ്ടാവും. കാരണം ധൃതി വെച്ച് നന്നാക്കിയിട്ടേ. എന്റെ അമ്മമ്മയൊക്കെ മുരിങ്ങയുടെ ഇല നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പ് അതിലുണ്ടാവില്ല. അങ്ങനെ ഓരോ ഇല എടുത്തിട്ട് അങ്ങനെ നന്നാക്കിയിരുന്നു. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ മുരിങ്ങയുടെ ഇല നന്നാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ടും ചോദിക്കുക, ഇതെന്തതിൽ ഈ കൊമ്പും ചില്ലൊക്കെ, ഇങ്ങനെയെല്ലാം മുരിങ്ങയുടെ ഇല നന്നാക്കാന്ന്. അങ്ങനെയാണ്. ഇനി മെല്ലെ ഇരുന്നിട്ട് നന്നാക്കണം. അത് ഈ ചക്കക്കുരു നന്നാക്കിയിട്ട് വേവിക്കാൻ വെക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ എല്ലാവർക്കും? ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്നുണ്ടോ എല്ലാവരും? കാണുമ്പോ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. കമന്റ് ഒക്കെ വായിക്കാൻ പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള ഒരു കാര്യല്ലേ. അപ്പൊ വീഡിയോ കാണുന്നവര് കമന്റ് ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. അപ്പൊ മതി ഞാൻ തേട്ടാ, ഇത് കഴിയട്ടെ. മുരിങ്ങയപ്പം നന്നാക്കി കഴിയാറായിട്ടോ. കഴിഞ്ഞ ഏകദേശം. മുരിങ്ങയപ്പം ഞാൻ എങ്ങനെയാ നന്നാക്കാന്നറിയോ? മുരിങ്ങയുടെ ഇല എന്താ പറയാ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുരിങ്ങയുടെ ഇല ഇങ്ങനെ നോക്കിയിട്ട് അതിലത്തെ പഴുത്ത ഇല, പുഴു, ചാതിയൊക്കെ ഉണ്ടാവില്ലേ, ഒക്കെ എടുത്ത് കളഞ്ഞ് ഫുള്ളായിട്ട് നോക്കി കളയും. അപ്പൊ നമുക്ക് എളുപ്പമാണ്. പിന്നെ അങ്ങനെ എടുത്തെടുത്ത് ഊരല്ലേ വേണം. അങ്ങനെ ഞാൻ മുരിങ്ങയുടെ ഇല നന്നാക്കാം. ചിലവര് ഇങ്ങനെ അപ്പഴേക്കപ്പം നോക്കുന്നവരും ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും പുഴുവൊന്നും ഇതിൽ പെടില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് നന്നാക്കുക. പിന്നെ എന്താ പറയാ, ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെന്തോ എന്താന്നറിയില്ല. ആ കുരു ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇപ്പോഴാണ് വെക്കുന്നത്. ചക്കക്കുരു മുരിങ്ങയും കൂടി ഉപ്പേരി, അടിപൊളി ഉപ്പേരി. പിന്നെ എന്താ പറയാ, ഊണ് കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. നാളെ പണിമുടക്കല്ലേ. അപ്പൊ പച്ചക്കറിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പൊ അതിന് ഞാനും നന്ദേട്ടനും കൂടി പോവും. നന്ദേട്ടൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോ ഞാൻ എന്തായാലും പോവട്ടോ. കാരണം എന്താണെന്നറിയോ, നന്ദേട്ടൻ ഞാൻ ഉപ്പേരി കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ദിവസത്തേക്കുള്ള ഉപ്പേരി കഷ്ണം ഒരുമിച്ച് വാങ്ങും പച്ചക്കറി. അപ്പൊ നന്ദേട്ടനാണെന്നുണ്ടെങ്കിൽ 4 ദിവസത്തെ ഉപ്പേരി കഷ്ണം വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞാൽ നന്ദേട്ടൻ ആകെ 2 തരം വാങ്ങും. ഞാൻ അങ്ങനെയല്ല, 4 തരത്തിലുള്ളത് വാങ്ങും. കാരണം ഉപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പയറിന് ഇപ്പൊ 3 ദിവസം 2 ദിവസം അടുപ്പിച്ച് വെച്ച് നമുക്കത് മടുക്കും. അപ്പൊ പല പല പച്ചക്കറികളാണെങ്കിൽ പലതരത്തിലുള്ള ഉപ്പേരി കഴിക്കാലോ. പിന്നെ അത് മാത്രല്ല, പലതരത്തിലുള്ള പച്ചക്കറികളും വയറിൽ ചെല്ലുമല്ലോ. അതിന് ഞാൻ തന്നെയാണ് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുക.
മുന്നേ ഞാൻ തന്നെ പോയിരുന്നു. എന്നിട്ട് തൃശ്ശൂരായിരുന്നു ജോലി. അപ്പൊ ഞാൻ തന്നെ മോനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തന്നെയാണ് പോക്ക്. പിന്നെ ആള് വീട്ടിലാവുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി അപ്പൊ ഊണൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനിപ്പോ മുരിങ്ങയൊക്കെ നന്നാക്കല് കഴിഞ്ഞു. അപ്പൊ മുരിങ്ങ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിതാ ഉപ്പേരി വറുത്തിടാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി എന്താ പറയുക, വെളുത്തുള്ളിയും സബോളയും കൂടിയാണ് വറുത്തിടുന്നത്. മുളക് കുത്തിയതുകൊണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ കുറേശ്ശേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഒരുപാട് എണ്ണയിലൊന്നും കാര്യങ്ങൾ ചെയ്യില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് ഒഴിക്കും. പിന്നെ ചക്കക്കുരുവിൻ്റെ ഒപ്പം വേറെ ഇടാം കേട്ടോ. പിന്നെ എന്താ പറയുക, ചീര ഇടാം, പിന്നെ കയ്പ്പയ്ക്ക ഇടാം. വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഒരു തുള്ളിയും കൂടി ഒഴിക്കുകയാണ്. കയ്പ്പയ്ക്കയും ചക്കക്കുരും കൂടി ഉപ്പേരിൻ്റെ അമ്മമ്മ ഉള്ളപ്പം ഉണ്ടാക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അമ്മമ്മ നല്ല പാചകം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയ ഒരിക്കലും ശരിയാവാറില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ അധികം അമ്മമ്മ തന്നെയാണ് വീട്ടിൽ പാചകം ചെയ്തിരുന്നത്. മീൻകറി ആയാലും ഉപ്പേരി ഉണ്ടാക്കലും കൂട്ടാൻ വയ്ക്കലും ഒക്കെ അമ്മമ്മയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്താ പറയുക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നില്ലേ? അപ്പോൾ പിന്നെ ഇതാ വേറൊരു പൊട്ടത്തരം ചെയ്തു കേട്ടോ. എന്താണെന്നറിയോ, മുളക് കുത്തിയത് കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ മുളക് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക്. അത് ഒരു 4 പ്രാവശ്യം കഴുകി. കാരണം നല്ല വെയിൽ വെക്കാനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മുളക് കഴുകിയത്. പക്ഷേ അത് ആകെ പച്ചമുളക് പോലെ ആകെ കുതിർന്നിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നൊരു പിടുത്തമില്ല. വെയിൽ കാണുമ്പോൾ പുറത്ത് കൊണ്ടുവയ്ക്കും, 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം മഴ വരും, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ. ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ മുരിങ്ങ ഇടുകയാണ്. മുരിങ്ങ ആദ്യം ഇടുകയാണ്, കാരണം ചക്കക്കുരു നന്നായി വെന്ത് പിളുന്നനായിട്ടുണ്ടല്ലോ. അപ്പൊ ഉപ്പേരിയൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഉപ്പേരി ഇതാ ഈ പാത്രത്തിലേക്ക് ആക്കി. ഇതാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഉപ്പേരി. മുരിങ്ങയുടെയും ചക്കക്കുരുയും കൂടിയുള്ള ഉപ്പേരി. അപ്പൊ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. അതെന്താ കഴിച്ചോളൂ. അമ്മ നല്ല രസമുള്ള ഉപ്പേരിയാണ്. ആൾക്കാർക്ക് കറിയുണ്ടാവും. ഞാൻ വെച്ചത് ഞാൻ തന്നെ നല്ലതെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും വീഡിയോയും പിന്നെ എന്താ പറയാ ഷോർട്സ് ഒക്കെ കാണുക, ഒപ്പം നിൽക്കാൻ. ഞങ്ങളെ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.